ഇന്ന് നമുക്ക് കക്കയിറച്ചി വെച്ചിട്ട് അച്ചാറുണ്ടാക്കിയാലോ? ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കി കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 3/4 കിലോ കക്കയിറച്ചി ഉണ്ടാവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി, ഒരു ഇഞ്ചിയുടെ കഷ്ണം നന്നായിട്ടൊന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല തേച്ചിട്ടുള്ള കക്കയിറച്ചി ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കക്കയിറച്ചി 3/4 വേവ് ആയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നന്നായിട്ട് മൊരിയിച്ചെടുക്കേണ്ട. 3/4 വേവാകുമ്പോൾ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂണ് കടക് ഇതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും എണ്ണയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 6 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സുർക്കി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കക്കയിറച്ചി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂണ് കടക് പൊടിച്ചതും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് തീ ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കക്കയിറച്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.